ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്നൊരു നെയ്ച്ചോറ്, അതായത് ഗീ റൈസ്. അത് എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് നല്ല സ്വാദോടുകൂടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, കുഴഞ്ഞു പോകാതെ കട്ട പിടിക്കാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇന്ത്യ ഗേറ്റ് റമീസിന്റെ കൈമ റൈസ് ആണ്. അപ്പോൾ എല്ലാവരും നെയ്ച്ചോറ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിൽ വരുന്ന വെള്ളത്തിന്റെ അളവാണ്. അപ്പോൾ അത് റൈസിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് നമ്മൾ വെള്ളം ഒഴിക്കാറ്. ഇപ്പോൾ കൈമ റൈസ് ആകുമ്പോൾ നമ്മളെപ്പോഴും ഒരു പാട്ട റൈസിന് 1.5 എന്നുള്ള അളവിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അതുപോലെ തന്നെ കോല റൈസ് ആണെങ്കിൽ ഒരു പാട്ടക്ക് 2 പാട്ട എന്ന രീതിയിൽ നമ്മൾ വെള്ളം എടുക്കണം. അത് കൂടുതലാണെങ്കിൽ 1 1.25 എന്നുള്ള രീതിയിൽ വെച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തീയിന്റെ അളവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ തീ നമുക്ക് നമ്മളെ നോർമൽ ഗ്യാസിൽ വരുന്ന ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കേണ്ടി വരും. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് റൈസ് ബോയിൽ ചെയ്ത് കിട്ടും. അപ്പോൾ കൈമ റൈസ് ചോദിച്ച് വാങ്ങുക, അതായിരിക്കും നമുക്ക് ഏറ്റവും ചെറിയ റൈസും നല്ല സ്വാദുള്ള റൈസും ആയിട്ട് കിട്ടുക. കോല റൈസ് വെക്കുന്നതിൽ മാക്സിമം ജോക്കർ യൂസ് ചെയ്യാൻ നോക്കുക. ജോക്കറിന്റെ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, അത് നല്ല റൈസാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിന്റെ റമീസിന്റെ കൈമ റൈസ് ആണ്. ഇന്ത്യ ഗേറ്റ് തന്നെ ഗോൾഡും വരുന്നുണ്ട്, ഇത് കോല റൈസും വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ച് വാങ്ങിയിട്ട് അതിനനുസരിച്ച് വെള്ളം പാരാൻ ശ്രദ്ധിക്കും. ഇപ്പം നമ്മൾ 3 പാട്ട റൈസാണ് ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ 4.5 പാട്ടോളം വെള്ളം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഫ്ലെയിം കത്തിച്ച് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 ഏലക്കായി, ഒരു 10 പീസോളം ഗ്രാമ്പൂ, ഒരു 2 കഷ്ണം പട്ട, കുറച്ച് കരിവേപ്പില, ഒരു ബേ ലീഫ്, ഇത്രത്തോളം നമുക്ക് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒഴിക്കുന്ന ഓയിലിന്റെയും നെയ്യിന്റെ അളവാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ ഒഴിക്കുന്നത് ഡാൽഡാണ്. അപ്പോൾ 1 കിലോയിലേക്ക് 1/200, അതായത് 120 ഗ്രാം എണ്ണന്റെ അല്ലെങ്കിൽ ഓയിലിന്റെ അല്ലെങ്കിൽ നെയ്യിന്റെ അളവാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കി 20 ഗ്രാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമ്മളെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ നന്നായി കഴുകി വെച്ച റൈസ്, ഇത് 3 പാട്ടാട്ടുള്ളത്. അതിന് നമ്മൾ 4.5 പാട്ട് വെള്ളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴുകി ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി ഇടാവൂ. അതുപോലെ തന്നെ അരി ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ തിള വരണം. തിള വരാതെ ഇരിക്കുമ്പോഴാണ് റൈസ് കുഴഞ്ഞു പോവുകയും അതുപോലെ തന്നെ വെന്ത് പോവുകയൊക്കെ ചെയ്യുക. കറക്റ്റ് തിള വന്നാൽ റൈസ് കറക്റ്റ് പാകത്തിന് കിട്ടും. ഒരിക്കലും വെള്ളം കൂട്ടി പാരുകയൊന്നും ചെയ്യരുത്, കറക്റ്റ് അളവായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് RKG ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 50 ഗ്രാമിന്റെ RKG ആണ് വാങ്ങിയത്. ഫുൾ ഒഴിക്കുന്നില്ല, ഇതിന്റെ പകുതി, അതായത് 75 ഗ്രാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ റൈസ് കട്ട പിടിക്കാതിരിക്കാനൊക്കെ ഒരു തുള്ളി വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങന്റെ നീരൊഴിച്ചാലും മതി. അപ്പോൾ നമ്മൾ റൈസ് നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും ഫ്ലെയിം കുറച്ച് കൊടുക്കരുത്. എന്നുവെച്ചാൽ നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണെങ്കിൽ റൈസ് കൂടുതൽ കട്ട പിടിക്കാനും കുഴഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. എന്താ വെച്ചാൽ നമ്മളെ ചെറിയ ഫയർ വരുന്ന ഗ്യാസാണ്, അടുപ്പുകളാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഹോട്ടലിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നല്ലോണം തിളയ്ക്കണം. തിളച്ചാലേ ചോറ് നന്നാവും. എത്രത്തോളം നല്ല രീതിയിൽ തിളയ്ക്കണോ അപ്പോഴാണ് നമുക്ക് ചോറ് നല്ല രീതിയിൽ കിട്ടുക. നല്ല പോലെ തന്നെ തിളച്ച് വന്ന് വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്കിതൊരു 20 മിനിറ്റ് മൂടി വെച്ച് ദം ചെയ്തിട്ട് പൊട്ടിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ബിരിയാണിയിലും നെയ്ച്ചോറിലൊക്കെ നമ്മളെപ്പോഴും RKG തന്നെ വാങ്ങാൻ ശ്രമിക്കും കേട്ടോ. ഏറ്റവും നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളത് RKGക്ക് ആയിരിക്കും, ബാക്കിയുള്ള നെയ്യിനൊക്കെ അപേക്ഷിച്ച്. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അതിനുശേഷം റൈസൊക്കെ ഒന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യും.
ഇപ്പൊ ചെറിയ ഫ്ലെയിമിലാണ്, ഇപ്പൊ സ്ലോ ഫ്ലെയിമിലായിട്ടുള്ളത്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം പിന്നെ ഒരു 20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ചൂടത്ത് വെക്കും. ഓക്കെ, അങ്ങനെ നമ്മളെ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, പൊട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ ഡെക്കറേഷനൊക്കെ ആവശ്യമുള്ളവർക്ക് ക്യാരറ്റോ അതുപോലെ തന്നെ ഓണിയനൊക്കെ ഫ്രൈ ചെയ്തിടാം, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ വൈറ്റ് റൈസാണ് ഉദ്ദേശിച്ചത്. അപ്പം ബാക്കിയുള്ളതൊക്കെ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നിൽക്കുക. കൂടുതൽ വീഡിയോസുകളായിട്ട് വീണ്ടും വരും.